ഈ വൈദേഹി ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? എന്റെ നാവ് കൊണ്ട് നീ അത് അറിയണ്ട. നിന്റെ ഏത് നീചപ്രവൃത്തിക്കും കൂട്ടു നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, രമാദേവി. ചെല്ലേ, ചെന്ന് അവരോട് ചോദിക്കേ, അവര് പറയും വൈദേഹി ആരാണെന്ന്. ഈ സമയത്ത് 4 GK പഠിച്ചിരുന്നെങ്കിലേ ഒരു പ്യൂണായിട്ടെങ്കിലും സർക്കാർ സർവീസിൽ കയറായിരുന്നു. അതെങ്ങനാ? ജനറൽ നോളജ് പഠിച്ചാ പെമ്പിള്ളാരുടെ ഇടയിൽ ഇതുപോലുള്ള വഷളം കഥകൾ പറഞ്ഞു വരകാൻ പറ്റൂലല്ലോ. അതെ, എന്റെ ഈ കഥ കേട്ടപ്പോ തനിക്ക് ഗന്ധർവനെ കാണണമെന്ന് തോന്നിയില്ലേ? അല്ലെങ്കിലും താൻ ട്രൈ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്താ കാര്യമില്ലാത്ത? അതോ, അത് ഈ ഗന്ധർവന്മാര് ഒരുപാട് സുന്ദരിമാരായ അപ്സരസുകൾ കണ്ടിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് തന്നെ പോലെ ഈ വാലും ചേലും ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇഷ്ടാവില്ല. ഇതൊക്കെ തിരിവ്. സമ്മതിച്ചു. ഈ ഗന്ധർവന്മാരെ നന്നായിട്ട് പാട്ട് പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെ പോലെ പിച്ചോട്ടായിട്ട് പാടുന്നൊന്നും അല്ല. എന്റെ ദൈവമേ, ഇവിടുത്തെ രമാദേവി മാഡത്തിന്റെ ഫംഗ്ഷന് തന്റെ ഒരു പാട്ട് ഞാൻ കേട്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ആ പാട്ട് വരെ വെറുത്തുപോയി. എന്റെ മൊബൈലിൽ കിടന്ന് ആ ഇഷ്ടപ്പെട്ട പാട്ട് വരെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് തന്നെ ഓർമ്മ വരും. അപ്പൊ തന്നെ എനിക്ക് ഓക്കാനും വരും. തനിക്കിതെന്തു പറ്റി? ഒന്ന് പതുക്കെ പോ. ആകെ ജീവിക്കാൻ ഒരു പ്രതീക്ഷ തോന്നിയത് തന്നെ ഇന്നാ. അച്ഛനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയാലും സത്യം തെളിയിക്കപ്പെടുന്നൊരു തോന്നല്. ജയിലിനകത്തിട്ട് ശിവദാസിനെ കൊല്ലാൻ നോക്കിയതാ. സത്യാണോ? ശിവദാസു, പേടിച്ചു പോയോ? പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടപ്പോഴുള്ള ചെറിയൊരു പേടി. ഞാനൊന്ന് ചെറുതായി പേടിച്ചെങ്കിലും നരി, നിന്റെ മുഖത്താണല്ലോ വലിയൊരു അങ്കലാപ്പ്. ആരാ പുതിയ അവതാരം? ചോദിച്ചത് കേട്ടില്ലേ? ആരാ വൈദേഹി എന്ന്? ഞാനൊന്ന് ബഹളം വെച്ച ഈ ഒരൊറ്റ കാരണം മതി. എന്നോടൊപ്പം ജയിൽ കിടന്ന് ഗോതമ്പുണ്ട് തന്നെ വരുന്ന നിനക്ക്. ജയിലും കൊലയൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ആരാ വൈദേഹി? ഇത്രയും കാലം അവരെവിടെയായിരുന്നു? വന്നിറങ്ങി മണ്ണിൽ അവരൊന്ന് കാലുകുത്തിയതേ ഉള്ളൂ. പുലിയും നരിയും പന്നിയൊക്കെ മാളം വിട്ട് പുറത്തുകാടി തുടങ്ങി. ആരാ അവര്? എന്താ അവർ ഉദ്ദേശം? ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൊട്ടാരത്തിലെ തമ്പുരാട്ടി. പിന്നെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷത്രിയ രക്തമല്ലേ? ശത്രുക്കളെ കൊന്നൊടുക്കാനുള്ള യുദ്ധം തന്നെയായിരിക്കും ലക്ഷ്യം. നരേന്ദ്ര, നീയും രമാദേവിയും ഇനി സൂക്ഷിച്ചോ. ചെയ്ത കുറ്റ പാപങ്ങൾക്കും എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടണ്ടേ? അതിനുള്ള ആരംഭമായി കഴിഞ്ഞു. ഈ വൈദേഹി ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ? എന്റെ നാവ് കൊണ്ട് നീ അത് അറിയണ്ട. നിന്റെ ഏത് നീചപ്രവൃത്തിക്കും കൂട്ടു നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, രമാദേവി. ചെല്ലേ, ചെന്ന് അവരോട് ചോദിക്കേ, അവര് പറയും വൈദേഹി ആരാണെന്ന്. താനെന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. താൻ പറഞ്ഞത് ശരിയാണെന്ന് ആലോചിക്കായിരുന്നു. ഇളയ തമ്പുരാട്ടിയുടെ വരവ് നമുക്ക് ഗുണം ചെയ്യില്ലേ? ഇയാളെന്തോന്നും പറയാത്തെ? ഇയാളുടെ പാട്ടുകൊള്ളത്തിലെന്ന് പറഞ്ഞുകൊണ്ടാണോ
അതൊരു പൊടിക്കൊക്കെ കൊള്ളാം. അങ്ങനെ എനിക്ക് ആരുടെയും സിമ്പതി ഒന്നും വേണ്ട. ഓ, എടോ, തൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റൊരു ജയിലിലേക്ക് മാറ്റണം. അവിടെ കിടക്കുന്തോറും മരണഭയത്തിലാ ദാസേട്ടൻ കഴിയുന്നത്. താൻ പേടിക്കൊന്നും വേണ്ട. എന്തായാലും ഇപ്പോൾ തന്നെ സഹായിക്കാൻ ഒരു രക്ഷക കൂടി വന്നില്ലേ, വൈദേഹി തമ്പുരാട്ടി. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് അച്ഛനെ രക്ഷിച്ച ആ ഭഗവാൻ ആരാണെന്ന്. തന്റെ പ്രാർത്ഥന കേട്ട് ബോധിച്ച ഏതെങ്കിലും ഭഗവാനായിരിക്കും. കൃഷ്ണനാകാനാണ് സാധ്യത. ഈ ചെറുപ്പക്കാര് പെൺപിള്ളേരുടെ പ്രാർത്ഥന കേട്ടാ ഉടനെ പ്രസാദിക്കുന്ന ദൈവം അതേ ഉള്ളൂ. എന്നാലും ആള് സുന്ദരിമാരുടെ പ്രാർത്ഥനയ്ക്കാണല്ലോ മുൻതൂക്കം കൊടുക്കാറ്. ചിലപ്പോ തന്നോടൊരു അനുകമ്പ തോന്നിട്ടൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു. ഇയാള് വണ്ടി ഓടിച്ചാട്ടെ. നേരെ ചൊവ്വേ വണ്ടി ഓടിക്കാൻ അറിയാത്ത തനിക്കൊക്കെ ലൈസൻസ് എന്നും മോട്ടോർ വകുപ്പിനെ പറഞ്ഞാൽ മതിയല്ലോ. ഡ്രൈവറാണത്ര ഡ്രൈവർ. അതെ, താനും കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. താൻ രമാമ്മയുടെ പവറിൽ നടക്കുന്നെങ്കിലും അവിടുത്തെ കുശിനിക്കാരിയാ, അതും മറക്കണ്ട. കുശിനിക്കാർക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് അവരുടെ കൈപുണ്യത്തില തന്നെ പോലുള്ളവര് 4 നേരം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ കാണായിരുന്നു പ്രമേഹവും അൾസറും ഗ്യാസും ഒക്കെ ആയിട്ട് ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങുന്നത്. അയ്യോ മതിയേ. എങ്കിൽ താൻ നിർത്തിക്കോ. ആ, നിർത്തി. ഓടക്കുഴൽ വിളി കേട്ടോ രാധേ, എൻ രാധേ, രാധേ. അയ്യോ, ഒരു പാട്ടുകാരൻ. ഒന്ന് നിർത്തിക്കേ. താങ്കടദത്തം ആ തിന്നം തത്തം, താങ്കടദത്തം ആ തിന്നം തത്തം, താങ്കടദത്തം ആ തിന്നം തത്തം, താങ്കടദത്തം ആ തിന്നം തത്തം. കൊട്ടാരവും കോടികളും ഈ നാരി സ്വപ്നം കണ്ടതാ. അതിനുവേണ്ടി തന്നെയാ യുദ്ധം തുടങ്ങിയതും ചതിയിലൂടെ പലരെയും കൊന്നൊടുക്കിയതും. ഒരു സുപ്രഭാതത്തിൽ കൊട്ടാരത്തിൽ ഒരു അവകാശി അവതരിച്ച ആ അവതാരത്തിന് നിലത്ത് കാലുറപ്പിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ല. നരിയേട്ടാ, നമ്മൾ വിചാരിച്ചാലും അപകടകാരിയാണ് ആ വൈദേഹി തമ്പുരാട്ടി. നോട്ടത്തിൽ തന്നെ ഒരു പകയുണ്ട്. വ്യക്തമായ മറുപടികളും തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിലും ആള് സാധാരണക്കാരി അല്ലെന്ന് ബോധ്യമായി.